ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് ചാർപിറ്റ്സ് മെത്തേഡിലെ മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്: സോൾവ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഓഫ് വൈ ഈസ് ഈക്വൽ ടു ക്യൂ ഇസെഡ്. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ ഈസ് ഈക്വൽ ടു 0. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ ഈസ് ഈക്വൽ ടു 0 ഫോമിലോട്ട് എഴുതണം. അപ്പൊ അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഓഫ് വൈ മൈനസ് ക്യൂ ഇസെഡ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ 1. ആദ്യം നമ്മൾ എഴുതേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെ എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 എഴുതുന്നു. അടുത്ത എഫ് വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? വൈയുടെ കോഎഫിഷ്യന്റ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഉണ്ട്. പിന്നെ അടുത്ത എഫ് ഇസെഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് ഇസെഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? എഫ് ഇസെഡ് ഈസ് ഈക്വൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ക്യൂ എന്ന് കിട്ടും. ഇനിയും അടുത്ത എഫ് പി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പി വെച്ച് ഡിഫറൻഷിയേറ്റ് എഫ് പി ആണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പി സ്ക്വയർ ഓഫ് വൈ ഉണ്ട് അല്ലെ? പി സ്ക്വയർ ഓഫ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2py എന്ന് കിട്ടും. അടുത്ത എഫ് ക്യൂ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് ക്യൂ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ക്യൂ സ്ക്വയർ വൈ ഉണ്ട് അല്ലെ? ക്യൂ സ്ക്വയർ വൈ എന്ന് പറയുമ്പോൾ 2q എന്ന് വരും. 2qy മൈനസ് ക്യൂ ഇസെഡ് ഇല്ലേ, നമുക്ക് എന്ത് കിട്ടും? ഇസെഡ് കിട്ടും. അപ്പോ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഈക്വൽ ടു 0 ഇക്വേഷൻ 1 എന്ന് എഴുതി. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കുകയാണ്. എഫ് എക്സ് കണ്ടുപിടിച്ചു. എഫ് എക്സ് കണ്ടുപിടിച്ചപ്പോൾ 0 കിട്ടി, കാരണം ഇതിൽ എക്സ് ഇല്ല. എഫ് ഐ കണ്ടുപിടിക്കണം. എഫ് ഐ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നോക്കുമ്പോൾ വൈയുടെ കോഎഫിഷ്യന്റ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് എഴുതി. എഫ് ഇസെഡ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ക്യൂ ആണ്. പി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ പി സ്ക്വയർ വൈ ഉണ്ട്. ആ പി സ്ക്വയർ വൈയുടെ പി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി സ്ക്വയർ എന്നുള്ള 2py എന്ന് കിട്ടും. അതുപോലെ തന്നെ എഫ് ക്യൂ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ക്യൂ സ്ക്വയർ വൈയില് 2qy മൈനസ് ഇസെഡ്. അങ്ങനെ 5 പാർഷ്യൽ ഡെറിവേറ്റീവ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ദ ചാർപിറ്റ്സ് ആക്സിലറി ഇക്വേഷൻ. ചാർപിറ്റ്സ് ആക്സിലറി ഇക്വേഷൻ നമ്മൾ എഴുതുക. ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ നോക്കാം? dx ബൈ മൈനസ് എഫ് പി dy by minus fq dz by minus pfp minus qfq dp by അടുത്ത എന്താണ്? dp by fx plus pfz dq by fy plus qfz. അപ്പൊ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ എന്താണ്? dx by minus fp dy by minus fq dz by minus pfp minus qfq dp by fx plus pfz dq by fy plus qfz. ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ എഴുതിയതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ച ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം? dx ഡിവൈഡഡ് ബൈ fp എന്താണ്? മൈനസ് 2py dy ബൈ fq എന്താണ്? fq എന്ന് പറഞ്ഞാൽ മൈനസ് 2qy മൈനസ് z dz ബൈ മൈനസ് p ഇൻറ്റു fp എന്താണ് ഇവിടെ? fp is equal to 2py മൈനസ് q ഇൻറ്റു fq എന്താണ് ഇവിടെ? fq എന്ന് പറഞ്ഞാൽ 2qy മൈനസ് z dp ബൈ fx എന്താണ് ഇവിടെ? fx 0 പ്ലസ് pfz എന്താണ്? p ഇൻറ്റു fz എന്താണ്? fz മൈനസ് q dq ബൈ fy എന്താണ്? fy എന്ന് പറഞ്ഞാൽ p സ്ക്വയർ പ്ലസ് q സ്ക്വയർ പ്ലസ് qfz എന്താണ്? q ഇൻറ്റു മൈനസ് q. കണ്ടോ? ഈ ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷനിലേക്ക് നമ്മൾ കണ്ടുപിടിച്ച പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 1 by 1 ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആദ്യം dx by minus 2py dy by minus ഓഫ് അല്ലെ? dy by minus ഓഫ്
രണ്ടാമത്തേല് ഡി വൈ ബൈ മൈനസ് ഓഫ് ക്യൂ വൈ മൈനസ് ഇസഡ്. അതുപോലെ മൂന്നാമത്തേല് ഡി ഇസഡ് വൈ മൈനസ് പി ഇൻറ്റു മൈനസ് 2py മൈനസ് പി ഇൻറ്റു മൈനസ് പി എഫ് പി അല്ലേ? അതെ. അപ്പോ എഫ് പി എത്ര കിട്ടിയിരിക്കുന്നത്? എഫ് പി 2py ആണ്. അപ്പൊ മൈനസ് പി ഇൻറ്റു 2py മൈനസ് ക്യൂ ഇൻറ്റു 2qy മൈനസ് ഇസഡ് ഡി പി ബൈ പി ഇൻറ്റു മൈനസ് ക്യൂ then dq by p square plus q square plus q into minus q. അപ്പോൾ തന്നിരിക്കുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് കിട്ടിയ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. എഫ് പി എന്തായിരുന്നു? 2py സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യണം? ഈ ഇതിൽ നിന്ന് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് രണ്ട് റേഷ്യോ എടുത്തിട്ട് അതിൽ നിന്ന് പിയും ക്യൂവും കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് സിമ്പിളസ്റ്റ് റേഷ്യോ എടുത്ത് പിയും ക്യൂവും കണ്ടുപിടിക്കണം. അപ്പോ ഇത് നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് റേഷ്യോ പിയും ക്യൂവും കണ്ടുപിടിച്ച റേഷ്യോ ഇത് ആദ്യത്തെ അവസാനത്തെ രണ്ടെണ്ണമാണ്. അവസാനത്തെ രണ്ട് റേഷ്യോ എന്താന്ന് നോക്കിയേ, ഡി പി ബൈ മൈനസ് പി ക്യൂ ഡി ക്യൂ ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂ സ്ക്വയറും കട്ടായി പോകും. ബാക്കി ഇവിടെ എന്ത് കിട്ടും? നമുക്ക് പി സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഡി പി ബൈ മൈനസ് ക്യൂ ഡി ക്യൂ ബൈ പി എന്ന് കിട്ടും. ഉണ്ടോ? അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് എന്താ കട്ട് ചെയ്ത് പോയത്? ഒരു പി അങ്ങോട്ട് കട്ട് ചെയ്ത് പോയി. അപ്പൊ ഡി പി ബൈ മൈനസ് ക്യൂ ബൈ ഡി ക്യൂ ബൈ പി എന്ന് കിട്ടും. ഇനി അതിന് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്ത് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാനായിട്ട്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡി പി ബൈ മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ പി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന പി ഡി പി ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഡി ക്യൂ. ഇവിടെ നമുക്ക് പി ഡി പി പ്ലസ് ക്യൂ ഡി ക്യൂ ഈസ് ഈക്വൽ ടു 0. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് ഇവിടെയും സ്ക്വയർ ആണ്, ഇവിടെ സ്ക്വയർ ആയതിന്റെ പേരിൽ എ സ്ക്വയർ കിട്ടും. അപ്പൊ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ കിട്ടി കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പിയും ക്യൂവും കിട്ടാനായിട്ട് തന്നിരിക്കുന്ന നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഓഫ് വൈ മൈനസ് ക്യൂ ഇസഡ് ഈസ് ഈക്വൽ 0 ആണ്. ഇതിൽ നമ്മൾ ഈ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഈ പിയും ക്യൂവും കിട്ടിയാൽ മാത്രമേ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ വൈ മൈനസ് ക്യൂ ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എ സ്ക്വയർ വൈ മൈനസ് ക്യൂ ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ക്യൂ ഇസ് ഈക്വൽ ടു, അപ്പൊ എ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ക്യൂ ഇസഡ് കിട്ടും. അപ്പൊ ക്യൂവിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടണേ? എ സ്ക്വയർ വൈ ബൈ ഇസഡ്. അപ്പൊ ക്യൂവിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ക്യൂ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ വൈ ബൈ ഇസഡ് എന്ന് കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി കണ്ടുപിടിക്കണം. പി കണ്ടുപിടിക്കാനായിട്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ അല്ലേ? അപ്പൊ പി സ്ക്വയർ സമയം എത്രയാണ്? എ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് ഈ ക്യൂവിന്റെ വാല്യൂ എന്താണ്? എ സ്ക്വയർ വൈ ബൈ ഇസഡ് ദ ഹോൾ സ്ക്വയർ. ഈ ക്യൂവിന് സാധനം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? എ സ്ക്വയർ വൈ ബൈ ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് സ്ക്വയർ ചെയ്യും. അപ്പോ എ സ്ക്വയർ മൈനസ് ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എ റേസ് ടു 4 വൈ സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ. കണ്ടോ? എ റേസ് ടു 4 സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ വൈ ബൈ ഇസഡ് സ്ക്വയർ ചെയ്യുമ്പോൾ എ റേസ് ടു 4 വൈ സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ. ദാറ്റ് ഈസ് എ സ്ക്വയർ ഇസഡ് സ്ക്വയർ മൈനസ് എ റേസ് ടു 4 വൈ സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ. ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യണം. മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എ സ്ക്വയർ ഇസഡ് സ്ക്വയർ മൈനസ് എ റേസ് ടു 4 വൈ സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ എന്ത് പുറത്തെടുക്കാൻ പറ്റും? എ സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ പുറത്തെടുക്കാൻ പറ്റും. അങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ കിട്ടണേ? ഇവിടെ ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ. അപ്പൊ പിയുടെ വാല്യൂ എത്രയായിരിക്കും? എ ബൈ ഇസഡ് റൂട്ട് എടുക്കുമ്പോൾ എ ബൈ ഇസഡ് റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ. അപ്പൊ പിന്റെ വാല്യൂ കിട്ടി. ക്യൂവിന്റെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യൂവിന്റെ വാല്യൂ കിട്ടി, പിന്റെ വാല്യൂ കിട്ടി. പിന്റെയും ക്യൂവിന്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇത് ഉപയോഗിച്ച് ഇസഡ് കണ്ടുപിടിക്കണം. ഇസഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ ഏതാണ്? ഡി ഇസഡ് ഈസ് ഈക്വൽ ടു
പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഇനി നമ്മള് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ എന്താണ് കൊടുക്കേണ്ടത്? എ ബൈ ഇസഡ് ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ക്യൂവിന്റെ വാല്യൂ എന്ത് കൊടുക്കുന്നു? എ സ്ക്വയർ വൈ ബൈ ഇസഡ് ഇൻറ്റു ഡി വൈ. കണ്ടോ, നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഉടനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനൊന്ന് മോഡിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇസഡ് കണ്ടുപിടിക്കാന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഡി ഇസഡ് മൈനസ് ഇത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം എ സ്ക്വയർ വൈ ഡി വൈ. ഇവിടെ നമുക്ക് ഒരു കോമൺ ആയിട്ട് എന്തുണ്ട്? ഇസഡ് ഉണ്ടല്ലോ, കോമൺ ആയിട്ടുള്ള ഒരു ഇസഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇസഡ് ഡി ഇസഡ് എന്ന് എഴുതാം. ഇസഡ് ഡി ഇസഡ് ഇസഡ് ഡി ഇസഡ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? എ ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ ഡി വൈ. റൈറ്റ് ആൻസർ ഉണ്ട്. ഇനി നമ്മള് ഈ അടുത്ത സ്റ്റേജിൽ ചെയ്യാൻ പോണത് ഇസഡ് ഡി ഇസഡ്, ഈ എ സ്ക്വയർ വൈ ഡി വൈനെ നമ്മള് ഇങ്ങോട്ട് കൊണ്ടുവരാം. എ സ്ക്വയർ വൈ ഡി വൈ, എ സ്ക്വയർ വൈ ഡി വൈ is equal to a into root of z square minus a square y square dx. ഇവിടെ ഒരു dx ഉണ്ട് കേട്ടോ, dx. അപ്പോ z dz നിർത്തി a square y dy നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. റൈറ്റ് ഹാൻഡ് സൈഡിൽ a into root of z square minus a square y square dx. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് z കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യണം. ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇസഡ് ഡി ഇസഡ് മൈനസ് എ സ്ക്വയർ വൈ ഡി വൈ ഇസിക്കൽ ടു എ ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇസഡ് ഡി ഇസഡ് മൈനസ് എ സ്ക്വയർ വൈ ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ്, എ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എ ഡി എക്സ് എന്ന് എഴുതാം. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് വന്നു? എ എന്ന് മാത്രം വന്നു. ഇതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എന്തിനെ കൊണ്ടുവന്നു? ഇസഡ് ഡി ഇസഡ് മൈനസ് എ സ്ക്വയർ വൈ ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് ഇസഡ് ഡി ഇസഡ് മൈനസ് എ സ്ക്വയർ വൈ ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എ ഡി എക്സ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എക്സ് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഈ ഡിനോമിനേറ്ററിലുള്ള ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയറിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2z dz മൈനസ് എ സ്ക്വയർ ഇൻറ്റു 2y dy ഈസ് ഈക്വൽ ടു du. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? z dz മൈനസ് എ സ്ക്വയർ വൈ dy ഈസ് ഈക്വൽ ടു 1/2 du. 1/2 du. അപ്പൊ ഇവിടെ നോക്കിയേ, ന്യൂമറേറ്ററിൽ എന്താ കിടക്കുന്നത് നോക്കിയേ? z dz മൈനസ് എ സ്ക്വയർ വൈ dy എന്നാണ്. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇന്റഗ്രൽ ഓഫ് 1/2 du ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് u എന്ന് വരും. ഇന്റഗ്രൽ ഓഫ് a dx. കണ്ടോ? അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഭാഗത്തിലേക്ക് നമ്മൾ മോഡിഫൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എന്താണ്? u എന്ന് പറഞ്ഞാൽ u റേസ് ടു മൈനസ് 1/2 ആണ്. അപ്പൊ u റേസ് ടു മൈനസ് 1/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u റേസ് ടു മൈനസ് 1/2 പ്ലസ് 1 ബൈ മൈനസ് 1/2 പ്ലസ് 1. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? u റേസ് ടു 1/2 ബൈ 1/2 ഈസ് ഈക്വൽ ടു a ഇൻറ്റു എക്സ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് നമ്മൾ ചേർക്കണം. ആ കോൺസ്റ്റന്റ് b ചേർത്തു. ഇവിടെ ഈ 1/2 ക്യാൻസൽ ആയി. u എന്ന് പറഞ്ഞാൽ ആരാണ്? u എന്ന് പറയുന്നത് z സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ എന്നാണ്. ഹോൾ റേസ് ടു 1/2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ ആൻസർ കിട്ടും? ax പ്ലസ് b. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? z സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഈക്വൽ ടു ax പ്ലസ് b. ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് z സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ax പ്ലസ് b ദ ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? z സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു ax പ്ലസ് b ദ ഹോൾ സ്ക്വയർ എഴുതാം. അപ്പൊ നമ്മൾ ചെയ്ത പ്രൊസീജിയർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ f = 0 ഫോമിൽ എഴുതുന്നു.
അതിനുശേഷം എന്ത് ചെയ്യുന്നു? എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഇസഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, പി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ക്യൂ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. ഈ ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷനിലേക്ക് ഇത് 1 by 1 ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം ഇതിൽ പിയും ക്യൂ ഉൾപ്പെടുന്ന ഏറ്റവും സിമ്പിൾസ്റ്റ് ആയ 2 റേഷ്യോ നമ്മൾ എടുക്കുന്നു. അതിൽ നിന്ന് പിയും ക്യൂവും നമ്മൾ കണ്ടുപിടിക്കുന്നു. തന്നിരിക്കുന്ന ക്വസ്റ്റിനും ഈ റിലേഷനും ഈ റേഷ്യോ ഉപയോഗിച്ചിട്ട് നമ്മൾ പിയും ക്യൂവും കണ്ടുപിടിക്കുന്നു. പിയും ക്യൂവും കണ്ടുപിടിച്ചതിന് ശേഷം ഡി ഇസഡ് ഈസ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈയില് ഈ പിനും ക്യൂവിനും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അവിടെ വെച്ച് പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡി ഇസഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈയില് പിയും ക്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഭംഗിയാക്കണം. അതിനുശേഷം വേണം നമുക്ക് അതിനെ ഇന്റഗ്രേഷൻ ഫോമിലേക്ക് എത്തിക്കാനായിട്ട്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ ഇസഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഹോൾ സ്ക്വയർ കിട്ടും. കേട്ടോ? ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് ഇത് ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കൂ. ഇതിന് എഴുതുന്ന ഓരോ സ്റ്റെപ്പിനും നമുക്ക് മാർക്കുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. കറക്റ്റ് ആ വർക്കിംഗ് റൂൾ നമ്മൾ കറക്റ്റായിട്ട് പാലിച്ചു പോകണം. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്തു, ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ എടുത്തു, അതിൽ സിമ്പിൾസ്റ്റ് റേഷ്യോ എടുത്തു, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് പിയും ക്യൂവും കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. നമുക്ക് ഫുൾ മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. കേട്ടോ? അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ.